പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 25-ാം ദിവസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ജപമാലയുടെ അവസാനത്തെ രഹസ്യമായ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കുന്ന ആ വലിയ സന്തോഷത്തിന്റെ രഹസ്യമാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി. ഇതാ ദൈവം ആ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുകയാണ്. ഈശോയുടെ ഒപ്പം നടന്ന പരിശുദ്ധ അമ്മ, ദൈവഹിതത്തിന് കാതോർത്ത പരിശുദ്ധ അമ്മ, പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ത്രിത്വം മുടി ധരിപ്പിക്കുകയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട്. നമ്മള് വെളിപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തില് പരിശുദ്ധ അമ്മയെ നമുക്ക് അവിടെ വെളിപ്പെട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്: സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഒരു വഴിയാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിൽ വായിക്കുന്നു. യാക്കോബ് ക്ഷീണിതനായിട്ട് ഉറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ഒരു ഗവണി ചാരി വെച്ചിരിക്കുകയാണ്. ആ ഗവണിയിലൂടെ മാലാഖമാർ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതുമായ മനോഹരമായ ദൃശ്യം. പൗരസ്ത്യ പിതാക്കന്മാര് ഈ ബൈബിൾ ഭാഗത്തെ ഇപ്രകാരമായിട്ട് പരിശുദ്ധ അമ്മയായിട്ടാണ് ഈ ഗോവണിയെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. പരിശുദ്ധ അമ്മയെ, ആ എളിമ ഉള്ള അമ്മയെ ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് അവരോധിച്ചു. നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ, നമുക്ക് സംരക്ഷണമേകാൻ. കാരണം നമ്മെ ഉപേക്ഷിച്ചു പോകാൻ ആ അമ്മയ്ക്ക് സാധിക്കില്ല. നമ്മുടെ ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഏറ്റെടുത്തത്. അമ്മയ്ക്ക് ഈ വലിയ ഭാഗ്യം കൈവന്നത് അമ്മയുടെ എളിമയും ദൈവവചനത്തോടുള്ള ആ ഒരു തുറവിയും അമ്മയുടെ ആഴമായ സ്നേഹവുമാണ്. ഈ അമ്മ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കും. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തില് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്: പുത്രനായ ഈശോ എന്നെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിച്ചു. ഞാനിന്ന് നിങ്ങളുടെ ഒക്കെ അമ്മയാണ്, നിങ്ങളുടെ ഒക്കെ പ്രാണിയാണ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ പ്രിയ മക്കളെ, ഈ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. എന്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ സങ്കേതം കണ്ടെത്തണം. നിങ്ങൾ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഒക്കെ വിശുദ്ധി പാലിക്കണം. ഈശോ പറയുന്നത് നിങ്ങൾ ചെയ്യണം. ഈശോ പറയുന്ന ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും നിങ്ങൾ സ്വർഗത്തിന് കൂടുതൽ അടുക്കുകയാണ്, അനുയോജ്യരായിട്ട് മാറുകയാണ്. ഈ ദിവരക്ഷത്തെക്കുറിച്ച് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ജീവിത വഴികളിലൊക്കെ നമുക്ക് സഹനങ്ങളും ഒരുപാട് രോഗാവസ്ഥകളായിട്ടും തകർച്ചകളായിട്ടും പരീക്ഷണങ്ങളായിട്ടും പ്രലോഭനങ്ങളൊക്കെ ആയിട്ടും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കൃപ പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. ആ അമ്മയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, അമ്മേ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. നമുക്കും പറയാം, അമ്മേ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ശുദ്ധത പാലിച്ച് വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിൽ ഉറപ്പിക്കാം. വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് ജീവിക്കാം. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ശേഷം നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കാൻ നമുക്ക് മുൻപേ കടന്നുപോയ പരിശുദ്ധ അമ്മ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാമ്മയെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. കാരണം ആ അമ്മയാണ് സ്വർഗം സ്വന്തമാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ഏറ്റവും യോഗ്യയായിട്ടുള്ളത്. ആ അമ്മ നമ്മോട് പറയുകയാണ്, നിങ്ങളും സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക.
കാരണം പ്രിയ മക്കളെ, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുയോജ്യമായ ജീവിതം നയിക്കേണ്ടവരല്ല. ലോകത്തിന്റെ ജീവിതമല്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവും ശരീരവുമായിട്ടാണ്. നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്തിന് നിറഞ്ഞു ജീവിക്കണം. റോമാലേഖത്തിന്റെ 8-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. ദൈവത്തിന്റെ മക്കളാണ്. ഈ ദൈവത്തിന്റെ മക്കൾക്ക് ചേർന്ന് ജീവിതം നയിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മൾ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അകന്ന് കണ്ണുകളെ സ്വർഗത്തിൽ ഉറപ്പിച്ച് അതുകൊണ്ട് നിയോഗശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ഓരോ കൊച്ചു പ്രവൃത്തിയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളും ഈ അമ്മയോടൊപ്പം സ്വർഗത്തിൽ ദൈവത്തെ അനവരതം പാടി സ്തുതിക്കാൻ ഇടയാകട്ടെ. എല്ലാ സഹനങ്ങൾക്കും എല്ലാ കുരിശിനും എല്ലാ വേദനകൾക്കും അപ്പുറത്ത് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗം സ്വന്തമാക്കാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.